ഗ്രൂപ്പ് 3 പ്രവർത്തനം 1. ഒരു പൈത്തൺ പ്രോഗ്രാമും അത് പ്രവർത്തിപ്പിക്കുമ്പോൾ ലഭിക്കുന്ന ഔട്ട്പുട്ടും നൽകിയിരിക്കുന്നു. ഇതാണ് പ്രോഗ്രാം. അതിൻ്റെ ഔട്ട്പുട്ടാണ് ഇവിടെ കാണുന്നത്. പ്രോഗ്രാം ടൈപ്പ് ചെയ്ത് പ്രവർത്തിപ്പിക്കുക. ഈ പ്രോഗ്രാം ശരിയായ രീതിയിൽ ചെയ്തു കഴിഞ്ഞാൽ ഇവിടെ കാണുന്ന തരത്തിലുള്ള ഒരു ഔട്ട്പുട്ട് ലഭിക്കുന്നതായിരിക്കും. അതിനുശേഷം പ്രോഗ്രാമിൽ മാറ്റം വരുത്തി രണ്ടാമത്തെ ഔട്ട്പുട്ട് ലഭിക്കുന്നതിനുള്ള പ്രോഗ്രാമായി മാറ്റി എഴുതി ഹോമിലെ എക്സാണ്ടൻ എന്ന ഫോൾഡറിൽ സേവ് ചെയ്യേണ്ടതാണ്. രജിസ്റ്റർ നമ്പർ _ പാറ്റേൺ എന്ന പേരിലാണ് സേവ് ചെയ്യേണ്ടത്. ഇവിടെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. ഇവിടെ കാണുന്ന കാര്യങ്ങൾ ഒട്ടും തെറ്റുവരുത്താതെ അതുപോലെ തന്നെ ടൈപ്പ് ചെയ്യണമെന്നതാണ് അത്. സ്പേസ് തെറ്റാൻ പാടില്ല, ചിഹ്നങ്ങൾ തെറ്റാൻ പാടില്ല, സ്ഥാനം അഥവാ പൊസിഷൻ തെറ്റാൻ പാടില്ല, സ്പെല്ലിംഗ് തെറ്റാൻ പാടില്ല. ഇവ നിർബന്ധമായും പാലിക്കേണ്ടതുണ്ട്. ഒരു ചെറിയ കോമ തെറ്റിക്കഴിഞ്ഞാൽ തന്നെ പ്രോഗ്രാം പ്രവർത്തിക്കുകയില്ല. നമുക്കിതൊന്ന് ചെയ്തു നോക്കാം. അതിനുവേണ്ടി ആപ്ലിക്കേഷൻസ് എന്നതിൽ ക്ലിക്ക് ചെയ്യുന്നു. പ്രോഗ്രാമിംഗ് എന്നതിന് നേരെ IDLE അഥവാ ഐഡിൽ എന്നതിൽ ക്ലിക്ക് ചെയ്യുന്നു. ഇപ്പോൾ വന്നിട്ടുള്ളത് പൈത്തൺ ഷെൽ ജാലകമാണ്. ഇവിടെയല്ല പ്രോഗ്രാം ടൈപ്പ് ചെയ്യേണ്ടത്. പുതിയ ഫയൽ എടുത്തതിന് ശേഷം വേണം പ്രോഗ്രാം ടൈപ്പ് ചെയ്യാൻ. അത് മറന്നു പോകരുത്. അതുകൊണ്ട് ഫയൽ എന്നതിൽ ക്ലിക്ക് ചെയ്തതിന് ശേഷം ന്യൂ ഫയൽ എന്നതിൽ ക്ലിക്ക് ചെയ്ത് പുതിയ ഫയൽ എടുത്തതിന് ശേഷം വേണം ടൈപ്പ് ചെയ്യുവാൻ. ന്യൂ ഫയൽ എടുത്തു കഴിഞ്ഞു. ഇനി പ്രോഗ്രാം ചെയ്തു തുടങ്ങാം. എളുപ്പത്തിന് വേണ്ടി ഇവിടെ ചോദ്യത്തിൽ തന്ന കോഡുകൾ കോപ്പി ചെയ്ത് പുതിയ ഫയലിലേക്ക് പേസ്റ്റ് ചെയ്യുകയാണ്. കോപ്പി ചെയ്യുന്നു, ഇതിലേക്ക് പേസ്റ്റ് ചെയ്യുന്നു. അക്ഷരങ്ങളെല്ലാം കൃത്യമായി അതുപോലെ തന്നെ വന്നിട്ടുണ്ട് ഇവിടെ. എങ്കിലും പ്രോഗ്രാം പ്രവർത്തിക്കുകയില്ല. ഇത് സേവ് ചെയ്തതിന് ശേഷം നമുക്കൊന്ന് പ്രവർത്തിപ്പിച്ച് നോക്കാം. സേവ് ചെയ്യുന്നതിനായി ഫയൽ എന്നതിൽ ക്ലിക്ക് ചെയ്യുന്നു, സേവ് എന്നതിൽ ക്ലിക്ക് ചെയ്യുന്നു. ഹോമിലെ എക്സാണ്ടൻ എന്ന ഫോൾഡറിലാണ് സേവ് ചെയ്യേണ്ടത്. ഇവിടെ ഇപ്പോൾ നിലവിൽ ഹോം തന്നെയാണ് വന്നിട്ടുള്ളത്. സ്ക്രോൾ ചെയ്ത് എക്സാണ്ടൻ എന്ന ഫോൾഡർ കണ്ടുപിടിക്കുക. എക്സാണ്ടൻ ഇവിടെയുണ്ട്. എക്സാണ്ടനിൽ ഡബിൾ ക്ലിക്ക് ചെയ്യുന്നു. എക്സാണ്ടൻ ഇവിടെ വന്നു കഴിഞ്ഞു. ഇനി ഫയൽ നെയിം എന്നതിൽ രജിസ്റ്റർ നമ്പർ ടൈപ്പ് ചെയ്യുന്നു. _pattern 1 എന്നുകൂടി ടൈപ്പ് ചെയ്യുന്നു. സേവ് ബട്ടണിൽ ക്ലിക്ക് ചെയ്ത് ഇനി ഇത് സേവ് ചെയ്യുന്നു. പ്രോഗ്രാം നമുക്കൊന്ന് പ്രവർത്തിപ്പിച്ച് നോക്കാം. അതിനുവേണ്ടി റൺ എന്നതിൽ ക്ലിക്ക് ചെയ്യുന്നു. റൺ മൊഡ്യൂൾ എന്നതിൽ ക്ലിക്ക് ചെയ്യുന്നു. ഇവിടെ സിൻടാക്സ് എറർ എന്ന മെസ്സേജ് വന്നിരിക്കുകയാണ്. അതായത് പ്രോഗ്രാം തെറ്റാണ്. എന്തായിരിക്കും ഇതിന്റെ കാരണം? പരിശോധിക്കാം. സർക്കിൾ എന്ന് ടൈപ്പ് ചെയ്തതിന്റെ സ്ഥാനം തെറ്റാണ്. അതുകൊണ്ടാണ് അത് ചുവന്ന നിറത്തിൽ കാണുന്നത്. ചോദ്യം പരിശോധിക്കുക. അതിന് മുൻപ് ടൈപ്പ് ചെയ്ത വരിയിൽ നിന്ന് കുറച്ച് വലതുഭാഗത്തേക്ക് മാറിയിട്ടാണ് അതിന്റെ സ്ഥാനം. കൃത്യമായും അതിന്റെ സ്ഥാനം എവിടെ വരണം എന്ന് നമുക്കൊന്ന് നോക്കാം. ഇവിടെ ടൈപ്പ് ചെയ്തിരിക്കുന്ന വരിയുടെ അവസാന ഭാഗത്ത് മൗസ് പോയിന്റർ ക്ലിക്ക് ചെയ്തതിന് ശേഷം എൻ്റർ കീയിൽ അമർത്തുന്നു. ഇപ്പോൾ മൗസ് പോയിന്റർ വന്നു നിൽക്കുന്ന സ്ഥാനം ശ്രദ്ധിക്കുക. അവിടെ തന്നെയാണ് അത് ടൈപ്പ് ചെയ്യേണ്ടത്. അതിൻ്റെ സ്ഥാനം ശരിയാക്കുന്നു. ഇപ്പോൾ സർക്കിൾ എന്നതിൻ്റെ സ്ഥാനം ശരിയായി കഴിഞ്ഞു. ഇതിൻ്റെ ഇടതുഭാഗത്തുള്ള സ്പേസ് ശ്രദ്ധിക്കുക. ഇതിന് വൈറ്റ് സ്പേസ് എന്നാണ് പറയുന്നത്. ഇതിനിവിടെ വലിയ പ്രാധാന്യമുണ്ട്. സർക്കിൾ എന്ന് ടൈപ്പ് ചെയ്തിട്ടുള്ള ഈ വരിക്ക് താഴെ ഇനി ടൈപ്പ് ചെയ്യാൻ പോകുന്ന 4 വരികൾക്കും തുല്യമായ വൈറ്റ് സ്പേസ് ഉണ്ടായിരിക്കണം. അതുപോലെ നമുക്കിവിടെ ശരിയാക്കി നോക്കാം. എൻഡ് ഫിൽ എന്ന വരി ഒഴികെ ബാക്കിയുള്ള വരികളുടെ സ്ഥാനം അതുപോലെ ശരിയാക്കുന്നു. അതായത് തുല്യമായ വൈറ്റ് സ്പേസ് ഉള്ളതാക്കുന്നു. എൻഡ് ഫില്ലിന് വൈറ്റ് സ്പേസ് വേണ്ട. ചോദ്യം ശ്രദ്ധിച്ചാൽ നമുക്കത് മനസ്സിലാകുന്നതാണ്. ബിഗിൻ ഫിൽ എന്നതും എൻഡ് ഫിൽ എന്നതും ഒരേ ലെവലിലായിരിക്കണം ടൈപ്പ് ചെയ്യേണ്ടത്. അതായത് തുല്യമായ വൈറ്റ് സ്പേസ് ഉള്ളതായിരിക്കണം. ഇപ്പോൾ ചോദ്യത്തിലുള്ളതുപോലെ എല്ലാത്തിൻ്റെയും സ്ഥാനം ശരിയായി കഴിഞ്ഞു. ഇനി ഇത് പ്രവർത്തിക്കുന്നതാണ്. നമുക്ക് പരിശോധിക്കാം. ആദ്യം ഫയൽ സേവ് ചെയ്യുന്നു. ഫയൽ എന്നതിൽ ക്ലിക്ക് ചെയ്യുന്നു. സേവ് എന്നതിൽ ക്ലിക്ക് ചെയ്യുന്നു. സേവ് എന്നതിൽ ക്ലിക്ക് ചെയ്ത് ഫയൽ സേവ് ചെയ്തു. പ്രവർത്തിപ്പിക്കുന്നതിന് വേണ്ടി റൺ എന്നതിൽ ക്ലിക്ക് ചെയ്യുന്നു. റൺ മൊഡ്യൂൾ എന്നതിൽ ക്ലിക്ക് ചെയ്യുന്നു. ഇപ്പോൾ നമുക്കിവിടെ ആദ്യം പറഞ്ഞ പാറ്റേൺ ലഭിച്ചു കഴിഞ്ഞു. ഇനി ഇതിന് മാറ്റം വരുത്തേണ്ടത് എങ്ങനെയെന്ന് നോക്കാം. പർപ്പിൾ എന്നിവിടെ കാണുന്നുണ്ട്. ഇവിടെ കാണുന്ന വരകൾക്കാണ് പർപ്പിൾ നിറം ഉള്ളത്. എന്നാൽ ഇവിടെ വരകൾക്ക് കാണുന്നത് കറുപ്പ് നിറമാണ്. അപ്പോൾ ഇവിടെയുള്ള പർപ്പിൾ എന്നത് മാറ്റി ബ്ലാക്ക് എന്ന് ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ അത് ശരിയാക്കുവാൻ കഴിയും. അതുപോലെ പിങ്ക് എന്ന് ടൈപ്പ് ചെയ്ത ഭാഗം ശ്രദ്ധിക്കുക. ഇതിൽ പിങ്ക് നിറം കാണുന്ന ഭാഗവും ശ്രദ്ധിക്കുക. ഈ പിങ്ക് നിറത്തിന്റെ സ്ഥാനത്ത് ഇവിടെ വന്നിട്ടുള്ളത് മഞ്ഞ നിറമാണ്. അപ്പോൾ ഈ പിങ്ക് എന്നുള്ളത് മഞ്ഞ എന്നാക്കണം. അതായത് പർപ്പിൾ എന്നത് ബ്ലാക്ക് എന്നാക്കണം, പിങ്ക് എന്നുള്ളത് യെല്ലോ എന്നാക്കണം. ഈ 2 മാറ്റങ്ങൾ വരുത്തി കഴിഞ്ഞാൽ ഈ പ്രോഗ്രാം
ഇവിടെ കാണുന്ന ഔട്ട്പുട്ട് ലഭിക്കുന്ന തരത്തിലുള്ള ഒരു പ്രോഗ്രാമായി മാറിക്കഴിയും. അങ്ങനെ മാറ്റം വരുത്തി നോക്കാം. പർപ്പിൾ എന്നത് മായ്ച്ചതിന് ശേഷം ബ്ലാക്ക് എന്നാക്കുന്നു, പിങ്ക് എന്നുള്ളത് യെല്ലോ എന്നാക്കുന്നു. ഇനി ഇത് പ്രവർത്തിപ്പിച്ച് നോക്കാം. അതിനു മുമ്പ് ഫയൽ സേവ് ചെയ്യുന്നു. ഫയൽ എന്നതിൽ ക്ലിക്ക് ചെയ്യുന്നു, സേവ് എന്നതിൽ ക്ലിക്ക് ചെയ്ത് ഫയൽ സേവ് ചെയ്യുന്നു. ഇനി റൺ എന്നതിൽ ക്ലിക്ക് ചെയ്യുന്നു, റൺ മൊഡ്യൂൾ എന്നതിൽ ക്ലിക്ക് ചെയ്യുന്നു. രണ്ടാമത് പറഞ്ഞ ഔട്ട്പുട്ട് ലഭിക്കുന്ന തരത്തിൽ പ്രോഗ്രാം മാറിക്കഴിഞ്ഞു. നമ്മൾ ഈ ചോദ്യം ചെയ്തു കഴിഞ്ഞു. ഇനി അടുത്ത ചോദ്യം പരിശോധിക്കാം. ഗ്രൂപ്പ് 3-ലെ രണ്ടാമത്തെ പ്രവർത്തനം. അതിൻ്റെ പ്രോഗ്രാം കോഡുകൾ ഇവിടെയുണ്ട്. ആദ്യം ലഭിക്കേണ്ട ഔട്ട്പുട്ട് ഇതാണ്, രണ്ടാമത് ലഭിക്കേണ്ട ഔട്ട്പുട്ട് ഇതുമാണ്. ഇവിടെ മാറ്റം വരുത്തേണ്ടത് എന്തൊക്കെയെന്ന് നോക്കാം. പർപ്പിൾ എന്ന നിറം നോക്കുക. ഇവിടെ കാണുന്ന ഡോട്ട് പോലുള്ള അടയാളത്തിനാണ് പർപ്പിൾ നിറം നൽകിയിരിക്കുന്നത്. എന്നാൽ ഇവിടെയുള്ള ഡോട്ടുകൾക്ക് കറുപ്പ് നിറമാണ്. അപ്പോൾ ഇവിടെ പർപ്പിൾ എന്നത് മായ്ച്ചിട്ട് ബ്ലാക്ക് എന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കേണ്ടതുണ്ട്. പിന്നീട് മാറ്റം വരുത്തേണ്ടത് പിങ്ക് എന്നതിനാണ്. ഇവിടെ പിങ്ക് നിറം കാണാം. അതിൻ്റെ സ്ഥാനത്ത് ഇവിടെ മഞ്ഞ നിറമാണ്. അപ്പോൾ പിങ്ക് എന്നുള്ളത് യെല്ലോ എന്നാക്കി മാറ്റിയാൽ മതി. ഇനി നമുക്ക് ഈ പ്രോഗ്രാം ചെയ്ത് നോക്കാം. അതിനുവേണ്ടി ആപ്ലിക്കേഷൻസ് എന്നതിൽ ക്ലിക്ക് ചെയ്യുന്നു. പ്രോഗ്രാമിംഗ് എന്നതിന് നേരെ IDLE അഥവാ ഐഡിൽ എന്നതിൽ ക്ലിക്ക് ചെയ്യുന്നു. ഇനി ഫയൽ എന്നതിൽ ക്ലിക്ക് ചെയ്തതിന് ശേഷം ന്യൂ ഫയൽ എന്നതിൽ ക്ലിക്ക് ചെയ്യുന്നു. ഇനി ചോദ്യത്തിൽ നിന്ന് കോപ്പി ചെയ്ത പ്രോഗ്രാം കോഡുകൾ ഇതിലേക്ക് പേസ്റ്റ് ചെയ്യുന്നു. ഇവിടെ കാണുന്ന രീതിയിൽ അതിൻ്റെ സ്ഥാനം ക്രമീകരിക്കുകയാണ്. ഇപ്പോൾ ചോദ്യത്തിൽ കാണുന്നത് പോലെ തന്നെ എല്ലാ കാര്യങ്ങളും ശരിയാക്കിയിരിക്കുന്നു. ഇനി ഇത് സേവ് ചെയ്ത് പ്രവർത്തിപ്പിച്ച് നോക്കാം. ഫയൽ എന്നതിൽ ക്ലിക്ക് ചെയ്യുന്നു, സേവ് എന്നതിൽ ക്ലിക്ക് ചെയ്യുന്നു. സേവ് ചെയ്യേണ്ടത് ഹോമിലെ exam10-ലാണ്. ഹോം ഇവിടെ വന്നിട്ടുണ്ട്. ഇനി exam10 എന്ന ഫോൾഡർ കണ്ടുപിടിക്കുക. exam10 ഇവിടെയുണ്ട്. അതിൽ ഡബിൾ ക്ലിക്ക് ചെയ്യുന്നു. ഫയൽ നെയിം എന്ന സ്ഥാനത്ത് രജിസ്റ്റർ നമ്പർ _pattern2 എന്ന് ടൈപ്പ് ചെയ്യുന്നു. ഇനി ഇവിടെ സേവ് എന്നതിൽ ക്ലിക്ക് ചെയ്യുന്നു. പ്രോഗ്രാം പ്രവർത്തിപ്പിച്ച് നോക്കാം. റൺ എന്നതിൽ ക്ലിക്ക് ചെയ്യുന്നു, റൺ മൊഡ്യൂൾ എന്നതിൽ ക്ലിക്ക് ചെയ്യുന്നു. ആദ്യത്തെ ഔട്ട്പുട്ട് ലഭിക്കുന്ന തരത്തിൽ പ്രോഗ്രാം പ്രവർത്തിച്ചു കഴിഞ്ഞു. ആദ്യത്തെ ഔട്ട്പുട്ട് ഇതാണ്. ഇനി രണ്ടാമത്തെ ഔട്ട്പുട്ട് ലഭിക്കുന്ന തരത്തിൽ ഇതിനെ മാറ്റി എഴുതണം. നമുക്കത് മാറ്റി എഴുതി നോക്കാം. പർപ്പിളിൻ്റെ സ്ഥാനത്ത് ഇവിടെ കാണുന്നത് കറുപ്പ് നിറമാണ്. അതുകൊണ്ട് ഇവിടെ പർപ്പിൾ എന്നത് മാറ്റിയതിന് ശേഷം ബ്ലാക്ക് എന്ന് ടൈപ്പ് ചെയ്യുന്നു. അതുപോലെ പിങ്ക് നിറം ഇവിടെ കാണുന്നതിന് പകരം ഇവിടെയുള്ളത് യെല്ലോയാണ്. അതുകൊണ്ട് പിങ്ക് എന്നത് മാറ്റിയിട്ട് യെല്ലോ എന്ന് ടൈപ്പ് ചെയ്യുന്നു. ഇനി ഫയൽ സേവ് ചെയ്യുന്നു. ഇനി റൺ എന്നതിൽ ക്ലിക്ക് ചെയ്തതിന് ശേഷം റൺ മൊഡ്യൂൾ എന്നതിൽ ക്ലിക്ക് ചെയ്ത് പ്രോഗ്രാം പ്രവർത്തിപ്പിക്കുന്നു. രണ്ടാമത് പറഞ്ഞ രീതിയിൽ ഇവിടെ നമുക്ക് പാറ്റേൺ ലഭിച്ചു കഴിഞ്ഞു. ഇവിടെ കാണുന്നത് പോലെ തന്നെയുള്ള ഔട്ട്പുട്ടാണ് ഇവിടെ ലഭിച്ചത്. ഇനി ഗ്രൂപ്പ് 3-ലെ മൂന്നാമത്തെ പ്രവർത്തനം ചെയ്തു നോക്കാം. ചെയ്യുന്നതിന് വേണ്ടി ആപ്ലിക്കേഷൻ എന്നതിൽ ക്ലിക്ക് ചെയ്യുന്നു. പ്രോഗ്രാമിംഗ് എന്നതിന് നേരെ IDLE അഥവാ ഐഡിൽ എന്നതിൽ ക്ലിക്ക് ചെയ്യുന്നു. പുതിയ ഫയൽ എടുത്തിട്ട് വേണം പ്രോഗ്രാം ടൈപ്പ് ചെയ്യുവാൻ എന്ന് വീണ്ടും ഓർമ്മിപ്പിക്കുകയാണ്. ഫയൽ എന്നതിൽ ക്ലിക്ക് ചെയ്യുന്നു, ന്യൂ ഫയൽ എന്നതിൽ ക്ലിക്ക് ചെയ്യുന്നു. ഇവിടെ നമുക്ക് ഓരോ വരികളായി ടൈപ്പ് ചെയ്ത് നോക്കാം. ആദ്യത്തെ വരി ടൈപ്പ് ചെയ്യുന്നു. ഇതിൻ്റെ ഇടതുഭാഗത്ത് വൈറ്റ് സ്പേസ് ഇല്ല എന്നത് പ്രത്യേകം ശ്രദ്ധിക്കുക. ഇവിടെ ആദ്യത്തെ വരി കഴിഞ്ഞ് എൻ്റർ കീയിൽ അമർത്തുന്നു. വൈറ്റ് സ്പേസ് ഇല്ലാതെ തന്നെ രണ്ടാമത്തെ വരി അവിടെ ടൈപ്പ് ചെയ്യുന്നു. എൻ്റർ കീ അമർത്തുന്നു. മൂന്നാമത്തെ വരി ടൈപ്പ് ചെയ്യുന്നു. എൻ്റർ കീ അമർത്തുന്നു. നാലാമത്തെ വരി ബിഗിൻ _fill എന്നത് ടൈപ്പ് ചെയ്യുന്നു. എൻ്റർ കീയിൽ അമർത്തുന്നു. അടുത്ത വരി ടൈപ്പ് ചെയ്യുന്നു. ഇത്രയും കാര്യങ്ങൾ ഇടതുഭാഗത്ത് വെള്ള നിറമില്ലാതെ അഥവാ വൈറ്റ് സ്പേസ് ഇല്ലാതെയാണ് ടൈപ്പ് ചെയ്തിരിക്കുന്നത്. 5 വരികളും ഒരേ ലെവലിൽ തന്നെയാണ്. ഇനി സർക്കിൾ എന്നത് ടൈപ്പ് ചെയ്യുന്നത് എങ്ങനെയാണ്? ഇവിടെ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ട്. കോളൻ ചിഹ്നമാണ് ഇവിടെ ഉപയോഗിച്ചിട്ടുള്ളത്, സെമി കോളൻ അല്ല. അത് കൃത്യമായിട്ടാണ് ടൈപ്പ് ചെയ്തതെങ്കിൽ എൻ്റർ കീയിൽ അമർത്തുമ്പോൾ മൗസ് പോയിന്റർ വന്നു നിൽക്കുന്ന സ്ഥാനം ഇവിടെ ആയിരിക്കും. സർക്കിൾ എന്നത് ടൈപ്പ് ചെയ്യേണ്ടത് അവിടെ മുതൽ തന്നെയാണ്. അതിനിടത് ഭാഗത്ത് വൈറ്റ് സ്പേസ് ഉണ്ടായിരിക്കണം. അതിൻ്റെ സ്ഥാനം മാറ്റാൻ പാടില്ല. അവിടെ തന്നെ അത് ടൈപ്പ് ചെയ്യുന്നു. ഇനി എൻ്റർ കീ അടിക്കുമ്പോൾ വരുന്ന സ്ഥാനത്ത് തന്നെയാണ് അടുത്ത വരി ടൈപ്പ് ചെയ്യേണ്ടത്. എൻ്റർ കീയിൽ അമർത്തുന്നു. അടുത്ത വരി അവിടെ തന്നെ ടൈപ്പ് ചെയ്യുന്നു. എൻ്റർ കീ അമർത്തുന്നു. ടൈപ്പ് ചെയ്യുന്നു. എൻ്റർ കീ അമർത്തുന്നു. അടുത്ത വരി ടൈപ്പ് ചെയ്യുന്നു. ഇപ്പോൾ ഇവിടെ ചെറിയൊരു പ്രശ്നം വന്നിട്ടുണ്ട്. എൻഡ് ഫിൽ എന്നതിന് വൈറ്റ് സ്പേസ് വരാൻ പാടില്ല. ചോദ്യം ശ്രദ്ധിക്കുക, വൈറ്റ് സ്പേസ് ഇല്ല.
ബിഗിൻ ഫിൽ എന്നത് എവിടെയാണോ ടൈപ്പ് ചെയ്തത് അതിൻ്റെ നേരെ താഴെ അതേ പൊസിഷനിൽ തന്നെയായിരിക്കണം എൻഡ് ഫിൽ വരേണ്ടത്. മറ്റൊരു തരത്തിൽ പറഞ്ഞാൽ ബിഗിൻ ഫിൽ എന്നതിനും എൻഡ് ഫിൽ എന്നതിനും ഒരേ വൈറ്റ് സ്പേസ് തന്നെയായിരിക്കണം. ഇവിടെ ഇപ്പോൾ ബിഗിൻ ഫിൽ എന്നതിൻ്റെ പൊസിഷൻ ശ്രദ്ധിക്കുക, അതിന് വൈറ്റ് സ്പേസ് ഇല്ല. എന്നാൽ ഇവിടെ എൻഡ് ഫിൽ എന്നതിന് ഇടതുഭാഗത്ത് ഇത്രയും വൈറ്റ് സ്പേസ് ഉണ്ട്. അതൊഴിവാക്കാനായി കീബോർഡിൽ ബാക്ക് സ്പേസ് കീ അമർത്തുന്നു. ഇപ്പോൾ എല്ലാം ചോദ്യത്തിൽ കാണുന്നത് പോലെ തന്നെ ആയിക്കഴിഞ്ഞു. ഇനി സേവ് ചെയ്ത് കഴിഞ്ഞാൽ പ്രോഗ്രാം പ്രവർത്തിക്കുന്നതാണ്. നമുക്ക് സേവ് ചെയ്ത് നോക്കാം. അതിനായി ഫയൽ എന്നതിൽ ക്ലിക്ക് ചെയ്യുന്നു. ഫയൽ എന്നതിൽ ക്ലിക്ക് ചെയ്തതിന് ശേഷം സേവ് എന്നതിൽ ക്ലിക്ക് ചെയ്യുന്നു. ഹോം ഫോൾഡറിലെ x10 എന്ന ഫോൾഡറിലാണ് സേവ് ചെയ്യേണ്ടത്. അത് സ്ക്രോൾ ചെയ്ത് കണ്ടുപിടിക്കുക. x10 ഇവിടെയുണ്ട്, അതിൽ ഡബിൾ ക്ലിക്ക് ചെയ്യുന്നു. x10 ഇവിടെ തുറന്നു വന്നു കഴിഞ്ഞു. ഇനി ഫയൽ നെയിം എന്ന സ്ഥാനത്ത് രജിസ്റ്റർ നമ്പർ _pattern 3 എന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കേണ്ടതുണ്ട്. അത് ടൈപ്പ് ചെയ്ത് കൊടുക്കുന്നു. ഇവിടെ സേവ് എന്നതിൽ ക്ലിക്ക് ചെയ്യുന്നു. ഇനി പ്രോഗ്രാം പ്രവർത്തിപ്പിച്ച് നോക്കാം. അതിനായി റൺ എന്നതിൽ ക്ലിക്ക് ചെയ്യുന്നു. റൺ മൊഡ്യൂൾ എന്നതിൽ ക്ലിക്ക് ചെയ്യുന്നു. പ്രോഗ്രാം കൃത്യമായി പ്രവർത്തിക്കുന്നുണ്ട്. ഒന്നാമത്തെ പാറ്റേൺ നമുക്ക് ലഭിച്ചു കഴിഞ്ഞു. ഇനി ഇവിടെ മാറ്റം വരുത്തേണ്ട കാര്യങ്ങൾ ശ്രദ്ധിക്കുക. പർപ്പിളിന് പകരം ഇവിടെ ഏത് നിറമാണെന്ന് കണ്ടെത്തുക. കറുപ്പ് നിറമാണ്. അതുപോലെ പിങ്കിൻ്റെ സ്ഥാനത്ത് ഇവിടെ ഏത് നിറമാണെന്ന് പരിശോധിക്കുക. പിങ്കിൻ്റെ സ്ഥാനത്ത് ഇവിടെ യെല്ലോ എന്ന നിറമാണ്. അതനുസരിച്ച് കോഡുകളിൽ മാറ്റം വരുത്തുക. പർപ്പിൾ എന്നത് മായ്ച്ചിട്ട് അവിടെ ബ്ലാക്ക് എന്ന് ടൈപ്പ് ചെയ്യുന്നു. പിങ്ക് എന്നതിന് പകരം യെല്ലോ എന്ന് ടൈപ്പ് ചെയ്യുന്നു. ഫയൽ സേവ് ചെയ്യുന്നു. ഇനി പ്രോഗ്രാം പ്രവർത്തിപ്പിക്കുവാനായി റൺ എന്നതിൽ ക്ലിക്ക് ചെയ്യുന്നു. റൺ മൊഡ്യൂൾ എന്നതിൽ ക്ലിക്ക് ചെയ്യുന്നു. രണ്ടാമത് കാണുന്ന പാറ്റേൺ ലഭിക്കത്തക്ക രീതിയിൽ പ്രോഗ്രാം ശരിയായി കഴിഞ്ഞു. ഇനി പൈത്തൺ ഗ്രാഫിക്സ് നിങ്ങൾക്ക് എളുപ്പമാകുമെന്ന് കരുതുന്നു. എല്ലാവർക്കും വിജയാശംസകൾ.